നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ആരെപ്പോലെ തോന്നണേ? പറ, എന്നെ കണ്ടിട്ട് ആരെപ്പോലെ തോന്നണേ? നീ നിന്റെ തള്ളെ വരച്ചു വെച്ച പോലെ തന്നെ. ഇതാ നിങ്ങളുടെ കുഴപ്പം. എന്ത് എടി, സാധാരണ ഓരോരുത്തർക്ക് അച്ഛനെ പോലെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അമ്മയെ പോലെ ഇരിക്കണെന്ന് പറയുന്നത് കേൾക്കാനല്ലേ ഇഷ്ടം? അങ്ങനെ പറയണ്ട. 10-15 വർഷമായില്ലേ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നിങ്ങൾക്ക് എന്നെ കാവ്യമാധവനെ പോലെ തോന്നിയിട്ടുണ്ടോ? ശ്രീദേവിനെ പോലെ തോന്നിയിട്ടുണ്ടോ? ജയഭാരതിനെ പോലെ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. 15 വർഷമായിട്ട് കാവ്യമാധവൻ ഇതൊക്കെ നിനക്ക് എന്ത് പറ്റിയെന്ന് പറ, സത്യം പറ, എന്തോ കുഴപ്പം നിനക്ക്? 15 വർഷമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാത്തത് ഇന്നൊറ്റ ദിവസം കൊണ്ട് ഒരാൾ ഇവിടെ വന്ന് കണ്ടുപിടിച്ചു. അതറിയോ? ആരടി? ഞാനില്ലാത്തപ്പോ ഇവിടെ ആരടി ഇവിടെ വന്ന? അതല്ല, പിന്നെ ക്ലീറ്റോ. എന്തേ ക്ലീറ്റോ? നീ ആര് വന്നെന്ന് പറ. പറയട്ടെ. പാട്ട് പാടോ? നീ പാട്ട് പാടാൻ അറിയാം. അതിനത് ചിരിക്കണത്? ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ? ഇല്ല. ഏത് പാട്ടാ പാടാ? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ഇതെന്ത് കാസ്റ്റ്? മലയാളം മതി. പാടാം. താഴെ വേണോ, മോളി വേണോ? പിച്ചേ. മൊത്തത്തിൽ വേണ്ടി വരും. എനിക്ക് ഞാൻ എന്റെ ഫേവറേറ്റ് സോങ് പാടാം. പാടാവേ. പാടിക്കോ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം, ഇവളെന്നും കാമാക്ഷി. ഓ പ്രിയേ, ദൈവമേ, അംഗത്തിന് പോവേണ്, തിരിച്ചതുപോലെ വരണേ, വെട്ടുകൊണ്ട് ചാവല്ലേ മേ. ഇതെന്താ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത്? ആരെങ്കിലും ഇവിടെ ചത്തോ? ഇതാ പിടി, ആ BP-യുടെ ഷുഗറിന്റെയും ഗുളിക എടുത്തോ. ഹോർലിക്സ് കലക്കിയെടുക്കാം അമ്മച്ചി. ഓ, നെഗറ്റീവ് ഫേസ് ഉള്ളതല്ല. മരണം കെട്ടവരുടെ ഇടയിൽ നിന്നാണല്ലോ അംഗത്തിന് പോകുന്നത്. മിക്കവാറും ആദ്യത്തെ വെട്ടിന് തന്നെ തീരും. ആ മ്യൂസിക് ഇട്ടോ. എന്താ ഇവിടെ ശരിക്കുള്ള പ്രശ്നം? ഇവള് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടും, അപ്പൊ ഇവന്റെ കമന്റ് കാണണം, നൈസടി, പൊളിച്ചൂടി, തകർത്തൂടി, അവസാനം സൂപ്പർ എന്നൊരു കമന്റ് ഉണ്ട്. അതിന്റെ 6 കാണണം. കുർള എക്സ്പ്രസ് ഇല്ലേ, ആ നീളം വരും. നമ്മുടെ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ലാത്ത സമയത്ത് എന്ത് സംഭവിച്ചു? അങ്ങനല്ല, ഞാൻ അവിടെ കുളിക്കാൻ പോയ സമയത്ത് നീ പറഞ്ഞു എന്റെ ചോര തിളച്ചു വരെ ഇച്ചിരി ചായപ്പൊടി ഇട്ടപ്പോ ചോര ചായ കുടിക്കാം.